SITയുടെ നീക്കം അത് വളരെ തന്ത്രപരമായിരുന്നു എന്നുള്ളതാണ്. ഈ എല്ലാ വിവരങ്ങളും തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ള വിശദാംശങ്ങൾ അവർക്ക് ലഭിച്ചതിന് ശേഷവും പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ആ തന്ത്രിയുടെ പങ്ക് കൃത്യമായി അവർ മറച്ചുവെക്കാനുള്ള ശ്രദ്ധ ചെലുത്തി എന്നുള്ളതാണ്. അവിടെ ആശ്വാസം കണ്ടെത്തിയ തന്ത്രിയെ പിന്നീട് ചോദ്യം ചെയ്യലെന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞ് വിളിച്ചു വരുത്തി പിന്നെ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. കാര്യങ്ങൾ വളരെ കണ്ണിങ് ആയി നീങ്ങിയ SIT എന്നുള്ളതാണ്. അശ്വതി, അതൊരു പ്രധാനപ്പെട്ട നീക്കമാണ്. കാരണം ഒരിക്കലും ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കണ്ടൊരു രാജീവര് ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യം. വിവരങ്ങൾ തേടാൻ വിളിച്ചു വരുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ സൂചനകളൊന്നും അന്വേഷണ സംഘം പങ്കുവച്ചിട്ടുമുണ്ട് എന്ന് തോന്നുന്നുമില്ല. അത് വളരെ ഒരു പ്രധാനപ്പെട്ട നീക്കം കൂടിയായി മാറുകയാണ്. കാരണം ഈ അറസ്റ്റ് എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. കാരണം അത് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. മറ്റൊന്ന്, ശബരിമലയിൽ തീർത്ഥാടന കാലമാണ്, പ്രധാനപ്പെട്ട ദിവസങ്ങൾ കടന്നു വരികയാണ്. ഇതിനിടയിൽ തന്ത്രി പിടിയിലാകുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ദിശ തന്നെ വേറൊരു സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു കാര്യം കൂടിയാണ്. കാരണം ശബരിമല എന്ന കാനന ക്ഷേത്രത്തിൽ അവിടെ ഈ വിശ്വാസ ദിവസങ്ങൾ, ആചാരപരമായ അവിടെ ഉത്സവത്തിൻ്റെ ദിവസങ്ങളിലും നടതുറപ്പ് ദിവസങ്ങളിലുമെല്ലാം സാന്നിധ്യമുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്ന് ശബരിമല തന്ത്രിയാണ്, മറ്റൊന്ന് മേൽശാന്തിയാണ്. ഇരു ക്ഷേത്രങ്ങളിലെയും മാളികപ്പുറത്തെയും ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെയും മേൽശാന്തിമാരാണ്. ഈ രണ്ടു പേർക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവരുടെ പരികർമ്മികളായി പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട്. ഇവരൊക്കെയാണ് ഈ ശ്രീകോവിലും അതിൻ്റെ പരിസരങ്ങളും, അതായത് നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ സ്വർണവും അതും മേഖലകളും ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം നിയന്ത്രണം അവർക്കാണ്. ഇതിന് പുറമെയാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളും മറ്റു ഉദ്യോഗസ്ഥ സംഘങ്ങളും ഉള്ളത്. അപ്പോൾ ഇവർക്കെല്ലാം ഈക്വലായ ഇമ്പോർട്ടൻസ് ശബരിമലയിലെ കാര്യങ്ങൾക്കുണ്ട്. അപ്പോൾ അവിടെ ഒരു വീഴ്ച വരുമ്പോൾ സ്വാഭാവികമായും അവരൊക്കെ ഉത്തരവാദികളായി മാറുകയും ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. ശബരിമലയിലെ എല്ലാ പ്രവർത്തനങ്ങളും സംബന്ധിച്ച്, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാവണമെന്നത് സംബന്ധിച്ച കൃത്യമായ തയ്യാറെടുപ്പുകളുണ്ട്. അത് ദേവസ്വം മാനുവലിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം മാനുവൽ പ്രകാരം ശബരിമല ക്ഷേത്രത്തിലെ ഒരു വസ്തുക്കളും പുറമേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. ഇനി അങ്ങനെ കഴിയണമെങ്കിൽ അതിന് പ്രത്യേക അനുമതികൾ വാങ്ങേണ്ടതുണ്ട്. അനുമതി ആരുടെ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ശബരിമല ക്ഷേത്രം പൂർണ്ണമായും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് വർഷങ്ങളായി. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഓരോ കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, ദേവസ്വം ബോർഡിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, ഒപ്പം സ്വാഭാവികമായും സർക്കാരിനെ കൂടി ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഇക്കാര്യങ്ങൾ അവിടുത്തെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയത് ഈ സമീപ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പും ഈ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു എന്ന് കരുതപ്പെടുന്ന കാലഘട്ടത്തിലുമുണ്ട്. ഏറ്റവും ഒടുവിൽ എല്ലാം കൃത്യമെന്ന് വിശ്വസിക്കുന്ന ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലത്തും സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് അവിടെ ഈ മാനുവലിൻ്റെ ലംഘനം സ്വാഭാവികമായി നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ അനുമതി നൽകേണ്ടതിൽ സുപ്രധാനമായ വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് അവിടുത്തെ താന്ത്രിക ചുമതലയുള്ള വ്യക്തി. അത് കണ്ഠർ രാജീവരായിരുന്നു. അതായത് ഈ സ്വർണം നഷ്ടമായ കാലഘട്ടത്തിൽ അവിടെ താന്ത്രിക ചുമതല ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൂടി അനുമതി സ്വാഭാവികമായി ഇത് ഉണ്ട് എന്നത് ആ മഹസറിൽ തന്നെ രേഖാമൂലം ഉണ്ട്. അത് അദ്ദേഹത്തിനെതിരായ വലിയൊരു കുരുക്കായി മാറുന്നു. മറ്റൊന്ന്, ഈ മൊഴികളിൽ അദ്ദേഹത്തെ കുരുക്കുന്ന പ്രധാനപ്പെട്ട മറ്റു ചില കണ്ടെത്തലുകളാണ്. അത് പത്മകുമാർ ആവട്ടെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവട്ടെ, ഇരുവരും നൽകിയ മൊഴികളിൽ എന്ത് ആരോപണങ്ങളാണ് അല്ലെങ്കിൽ എന്ത് കണ്ടെത്തലുകളും ആണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടിയാണ് സ്ഥിരീകരിക്കപ്പെടേണ്ട കാര്യം. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഈ SITയുടെ കണ്ടെത്തലുകൾ കോടതിക്ക് മുന്നിൽ എങ്ങനെയെത്തും, അത് ഏത് രീതിയിൽ കോടതി അതിന് നിലപാടെടുക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി കണ്ഠർ രാജീവർക്കപ്പുറം മറ്റാരെ എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. മറ്റ് ഉന്നതർ ആരൊക്കെ, അത് മന്ത്രിയിലേക്ക് കടക്കുമോ, മുൻ മന്ത്രിയിലേക്ക് എത്തുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുകയാണ്. എന്തായാലും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ടവരിൽ തന്ത്രിയും ഉൾപ്പെടുന്നു എന്നതാണ് നമ്മുടെ മുന്നിൽ ഇതിപ്പോൾ ഉണ്ടാവുന്ന ചിത്രം. ആ ചിത്രത്തിൽ വലിയ രീതിയിൽ ഇതുവരെ ഉണ്ടായ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന നീക്കമായി അന്വേഷണ സംഘത്തിൻ്റെ ഈ നീക്കം മാറുന്നു എന്ന സാഹചര്യം കൂടി നമുക്ക് മുന്നിൽ ഉണ്ടാവുകയാണ്. എന്തായാലും ഇത് വളരെ നീക്കമാണ്. വളരെ കരുതലോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഇതിനോട് പ്രതികരിക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന പ്രതികരണങ്ങൾ പ്രകാരം നോക്കൂ, ദേവസ്വം മന്ത്രി BN വാസവൻ പ്രതികരണത്തിൽ തയ്യാറായിട്ടില്ല. പ്രഭാട ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി, അന്വേഷണ സംഘം കോടതിയുടെ നിർദ്ദേശത്തിലാണ്, നിരീക്ഷണത്തിലാണ്, അത് ആ വഴിക്ക് നടക്കും എന്ന് അദ്ദേഹം പറയുന്നു.
ഇനി വരാനുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടിയാണ്. അരുൺ അവിടെ കാത്തു നിൽക്കുകയാണ്. ആ വേദിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഡോക്ടർ ജയകുമാറിൻ്റെ പ്രതികരണം അവിടെ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന കാര്യം അറിയിച്ചിട്ടില്ല. ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനങ്ങൾ ഈ സമീപ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിലും ഇത് സംബന്ധിച്ച പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ വളരെ കരുതലോടെയാണ്. ഒപ്പം സർക്കാരിനെതിരെ സ്വർണ്ണക്കടത്ത് ആക്ഷേപം ഏറ്റവും ശക്തമായി ഉന്നയിച്ച UDF കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കണ്ടിട്ടില്ല. ഒരുപക്ഷെ അവരുടെ പ്രതികരണങ്ങളും വരുന്ന മിനിറ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. BJP സംഘപരിവാർ കേന്ദ്രങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അവർ തന്ത്രിയെ കുറ്റപ്പെടുത്താൻ തയ്യാറാകുമോ, അന്വേഷണ സംഘത്തിന്റെ നടപടിയെ ന്യായീകരിക്കുമോ, എന്താണ് അവരുടെ നീക്കമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ വളരെ സുപ്രധാനമായൊരു നീക്കമായി കൂടി അന്വേഷണ സംഘത്തിന്റെ ഈ അറസ്റ്റ് മാറുകയാണ്. ശരി സജിത്ത്, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. SIT വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തന്ത്രി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതിനുശേഷം നിർണായക ചോദ്യം ചെയ്യലുണ്ടാകുന്നു, അതിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടാകുന്നു. ഇനി വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റിമാൻഡിലേക്ക് കോടതിയിൽ ഹാജരാക്കും, റിമാൻഡിലേക്ക് കടക്കും. അങ്ങനെ SIT വളരെ നിർണായകമായ ഘട്ടത്തിലാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ എന്നുള്ളതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു അറസ്റ്റാണ് ഈ തന്ത്രിയുടേത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിച്ച വിവിധ ഘട്ടങ്ങളിൽ തന്ത്രി നൽകിയ അനുമതികൾ സംശയാസ്പദമാണ് എന്നാണ് SIT ഇപ്പോൾ ഈ ഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. തന്ത്രിയുടെ അനുമതി അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ആ അനുമതികൾ തന്ത്രി നൽകിയത് കൊണ്ടാണ് വലിയ സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നത് എന്ന് SIT കണ്ടെത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് തന്ത്രിയുടെ ആളായാണ് എന്നും തന്ത്രി നൽകിയ സ്പോൺസർഷിപ്പ് അനുമതികൾ സംശയാസ്പദമാണെന്നും SIT ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. VV അരുണിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, ഈ ഘട്ടത്തിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. വലിയ രീതിയിൽ CPM-ന് വിമർശനമേൽക്കേണ്ടി വന്ന ഒരു കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. A. പത്മകുമാർ അടക്കം ജയിലിലേക്ക് പോകുമ്പോൾ മറുപടി പോലും പറയാൻ പറ്റാത്ത സാഹചര്യം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഈ ദൈവതുല്യൻ എന്ന് പറഞ്ഞ പദത്തിൽ ഇനി മുൻ മന്ത്രിയാണോ അറസ്റ്റിലേക്ക് പോകുന്നത്, കടകംപള്ളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നോ എന്ന രീതിയിലുള്ള ഒരു വലിയ വിമർശനം ഉയർന്നിരുന്നു. അവിടെ ഇപ്പോൾ അതല്ല, അങ്ങനെയല്ല, അവിടെ ഉണ്ടായിരുന്ന തന്ത്രിയാണ് ആ ദൈവതുല്യൻ എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു ചെറിയ ആശ്വാസം അവിടെയുണ്ടോ പാർട്ടിക്ക്? അത് അല്പസമയത്തൊക്കെ വൈകിട്ട് 4 മണിക്ക് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം CPM-ന്റേത് പ്രധാനപ്പെട്ട പ്രതികരണം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഏതാനും അല്പസമയത്തിനകം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പങ്കെടുത്ത സെഷൻ, പുസ്തകോത്സവ സെഷൻ കഴിഞ്ഞ് അദ്ദേഹം ഇവിടേക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും നിർണായകമായ പ്രതികരണം അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ വരേണ്ടത്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റേതാണ്, അദ്ദേഹം കൂടി നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡ് അവിടെ ആ ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിനകത്ത് വലിയ കൊള്ള നടന്നത്. ആ കൊള്ളയ്ക്ക് കാരണക്കാരൊരാൾ അല്ലെങ്കിൽ കേസിലെ പ്രതിയായി ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ക്ഷേത്രത്തിലെ എല്ലാ ആരാധനാപരമായ കാര്യങ്ങളുടെയും അവസാന വാക്കായ തന്ത്രി കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കണ്ഠര രാജീവരെ എന്നുള്ളതാണ്. ഇപ്പോൾ K. ജയകുമാർ ഇവിടേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഘട്ടത്തിൽ വരാനുള്ളത്. എങ്ങനെയാണ് ദേവസ്വം ബോർഡ് തന്ത്രി തന്നെ ഈ കേസിൽ പ്രതിയായി ജയിലിലേക്ക് പോകുന്ന സാഹചര്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എങ്ങനെ കാണുമെന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകും. K. ജയകുമാർ ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഇവിടേക്ക് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ദേവസ്വം ബോർഡിനെ സ്വാഭാവികമായി ദേവസ്വം ബോർഡ് ശബരിമല വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ ആശങ്കയിലാക്കുന്ന വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നത്. തന്ത്രി കുടുംബാംഗം തന്നെ, മുൻ തന്ത്രി തന്നെ ഈ രീതിയിൽ കേസിൽ ജയിലിലാകുന്നു. അയ്യപ്പന്റെ കട്ട കേസിൽ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലാകുന്നു. ആ ഒരു അതീവ ഗുരുതരമായ സാഹചര്യം എങ്ങനെയാണ് ദേവസ്വം ബോർഡ് നോക്കിക്കാണുന്ന കാര്യമാണ് അറിയുന്നത്. K. ജയകുമാറിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.